ദേഹമാസകലം ശരങ്ങൾ തുളച്ചു കയറി മരണാസന്നനായി കിടക്കുകയാണ് ഭീഷ്മർ. ശരങ്ങളേറ്റ മുറിവുകളിൽ നീറ്റൽ അനുഭവപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്. ആ അവസ്ഥയിൽ കിടന്ന അദ്ദേഹം രാജാക്കന്മാരോട് കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു. ഇത് കേട്ട ഉടനെ അവരെല്ലാവരും ശ്രേഷ്ഠമായ ഭക്ഷ്യവസ്തുക്കളും ജലം നിറച്ച കുടവും ഭീഷ്മരുടെ മുന്നിലെത്തിച്ചു. എന്നാൽ ഭീഷ്മർ അതൊന്നും തന്നെ സ്വീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനവും ഇനി സ്വീകരിക്കുകയില്ല. പിന്നീട് അദ്ദേഹം അർജുനനെ വിളിച്ചു. എന്നിട്ട് അർജുനനോട് പറഞ്ഞു, വിധിപ്രകാരം എനിക്കുള്ള വെള്ളം തരാൻ നിനക്ക് മാത്രമേ കഴിയൂ. ഇത് കേട്ടതും അർജുനൻ തേരിൽ കയറി ഇരുന്നു കൊണ്ട് ഗാന്ധീവം എടുത്തു കുലച്ചു. അർജുനൻ തേരിൽ ഇരുന്നു കൊണ്ട് തന്നെ പിതാമഹനെ പ്രദക്ഷിണം വെച്ചിട്ട് പർജന്യാസ്ത്രം ജപിച്ച് ഒരു ശരം എയ്ത് വിട്ടു. ഭീഷ്മരുടെ ഒരു വശത്ത് ഭൂമിയിൽ ആ ബാണം തറച്ചു കയറി. ഒരു ദിവ്യമായ സുഗന്ധത്തോടെ അവിടെ നിന്നും പവിത്രമായ ഒരു ജലധാര ഉണ്ടായി. അത് നേരിട്ട് ഭീഷ്മരുടെ മുഖത്ത് തന്നെ പതിച്ചു. അങ്ങനെ ഭീഷ്മർ സംതൃപ്തിയോടെ ആ ജലം കുടിച്ചു.